നമ്മൾ ബ്രാറ്റിസ്ലാവയിൽ ഇന്നലെ വന്ന ആ റെസ്റ്റോറൻറ്റിൽ വന്നു, ആ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ, ദോശ സമോസ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ. ബ്രാറ്റിസ്ലാവയിൽ നിന്നും പ്രാഗിലോട്ടുള്ള യാത്രയിലാണ്. എല്ലാവർക്കും നമ്മളുടെ ഈ ഒരു യാത്രയിലോട്ട് സ്വാഗതം. നമ്മളിതാ ഇവിടെ വന്നിട്ട് കഴിക്കുന്നത് മസാല ദോശ. നമ്മളിപ്പം ബ്രാറ്റിസ്ലാവയിൽ കൂടെയാണ് പോകുന്നത്, എൻ്റെ സിറ്റിയിൽ. ഇഷ്ടംപോലെ ട്രാം ഓടുന്നുണ്ടല്ലോ. ഇതൊക്കെ റെസിഡൻഷ്യൽ ഏരിയ ആണെന്ന് തോന്നുന്നു ഈ ഭാഗമൊക്കെ. ധാരാളം ഉക്രൈനീസ് ഈ ഒരു സിറ്റിയിലുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ 1.54 യൂറോ പെട്രോൾ. പുതിയ പുതിയ ബിൽഡിങ്ങുകൾ കൺസ്ട്രക്ഷൻ ഇവിടെ വരുന്നുണ്ട്. രാത്രിയിലും സൈലൻ്റാ, രാവിലെയും സൈലൻ്റാ. വലിയ ബഹളമില്ലാത്തൊരു സിറ്റി. അപ്പോൾ ഡെവിൻ കാസിൽ കാണാൻ പോവാം. യൂറോപ്പിലെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ 30 എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു സ്പീഡ് ലിമിറ്റ് നമ്മൾ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ 30 തന്നെ പോകണം. അല്ലെന്നുണ്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു ക്യാമറ കാണും, 8ൻ്റെ പണി കിട്ടും. ഉറക്കമാണ്. ഇപ്പം നമ്മൾ വന്ന ആ ഒരു സമയത്തെ കാലാവസ്ഥ കൊണ്ടാണ് ഇലയെല്ലാം പൊഴിഞ്ഞ് നിൽക്കുന്ന മരങ്ങളാണ് മുഴുവൻ. ഒരു ഉണക്ക ഫോറസ്റ്റിൽ കൂടെ പോകുന്ന പോലെയുണ്ട്. സ്ലൊവേക്കിയയിൽ വന്നു കഴിഞ്ഞാൽ ബ്രാറ്റിസ്ലാവയിൽ വന്നാൽ ഒരു ദിവസം 2 ദിവസം നമുക്ക് കറങ്ങാനുള്ള സംഭവം. ജസ്റ്റ് ഓവറോൾ വന്ന് നിന്ന് പോകാൻ പറ്റിയൊരു സ്മോൾ സിറ്റി. വളരെ റിലാക്സ് ആയിട്ടിരുന്ന് ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തിട്ട് പതുക്കെ പോകാം. സമ്മറിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ. വർഷം ഇവിടെ വിസയുള്ള നിന്നിരിക്കുന്നവർക്ക് ഇവിടെ PR കിട്ടുമായിരുന്നു. ഇപ്പം പുതിയ നിയമം വന്നത്രേ. ഇവിടുത്തെ ഭാഷയും കൂടെ പഠിച്ച് അത് പാസ്സാകണം, എന്നാലേ അവർ PR കൊടുക്കുന്നു. അതിപ്പോൾ ഈ ജൂൺ മുതലാണ് ആ ഒരു നിയമം വരുന്നത്. ബ്രാറ്റിസ്ലാവയിലെ റെസിഡൻ്റ് ഏരിയ കൂടെ നമ്മൾ പോകുന്നത്. ഇപ്പം ഒത്തിരി പേരെ കാണാം സ്ട്രീറ്റിൽ. ഇതെന്തോ വല്ല ഗാർഡൻ വല്ലതും ആണോ? പക്ഷികളെയൊക്കെ ഇതിനകത്ത് കാണാം. ഡെവിൻസ്. ഈ മേളിൽ കാണുന്ന ആ കോട്ട കാണാൻ വേണ്ടി നമ്മളിപ്പോൾ എന്താ ഇവിടെ വന്നിരിക്കുന്നത്. ബ്രാറ്റിസ്ലാവയിൽ വന്നാൽ പോയി കാണേണ്ട ഒരു കാസിൽ. ഈ ഇല പൊഴിഞ്ഞ് നിൽക്കുന്ന സമയമായതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ഒരു ഡള്ള് ലുക്കിൽ നമുക്ക് ഇപ്പം തോന്നുന്നത്. പക്ഷേ ആ ഒരു ഇവരുടെ ഈ വിൻ്റർ സീസൺ എന്ന് പറയുന്നത് ഇങ്ങനെ വരും. നല്ല ആ ഒരു ഹോട്ട് ക്ലൈമറ്റ് വരുമ്പോൾ ഇതെല്ലാം പച്ച നിറത്തി നല്ല രസത്തിൽ കാണാം. കാണുന്ന കുന്നുകളൊക്കെ സമ്മർ സീസൺ നല്ല പച്ചപ്പിൽ കാണും. ഇതെല്ലാം നമ്മളിപ്പോൾ ഉള്ളത് ബ്രാറ്റിസ്ലാവയിലെ ഇവിടുത്തെ ഈ ഫേമസ് കാസിലിൻ്റെ മുന്നിലുള്ള ആ ഒരു റോഡിലാണ്. ഇവിടെയൊക്കെ ആൾക്കാർ താമസമൊക്കെ ഉണ്ട്. ഈ സൈഡിലത് ഇതൊക്കെ ഇവിടുത്തെ ലോക്കൽസിൻ്റെ വീടുകളും കാര്യങ്ങളൊക്കെയാണ്. ഈ കാസിലോട്ട് കയറുന്നതിൻ്റെ ഒരു എൻട്രൻസ് ഏരിയ ആണിത്. ഇവിടെ കയറുന്നതിന് എത്ര 6 യൂറോയോ അങ്ങനെ എന്തോ ഒരാൾക്ക്, 6 യൂറോ. ഇതാണ് ഡെവിൻ കാസിലിൻ്റെ ടിക്കറ്റ്. നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 6 യൂറോ. ചക്കുവിന് സ്റ്റുഡൻറ്റിൻ്റെ ഒരു കൺസിഡറേഷൻ കിട്ടി. അങ്ങനെ അവന് 3 യൂറോ 50% ഡിസ്കൗണ്ട്.
ടോട്ടൽ 16 euro കൊടുത്തിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തു. എന്നിട്ട് നേരെ ഡെവിൻ കാസിലോട്ട് നമ്മൾ നടക്കുകയാണ്. ചെറുതായിട്ട് കുത്തനെ ഒരു കയറ്റമോ, പക്ഷേ ഈ തണുപ്പിൻ്റെ ഒരു ആധിക്യം കൊണ്ട് നമ്മൾ ഈ കയറ്റമൊന്നും അറിയുന്നില്ല. ആ കുന്നിൻ്റെയൊക്കെ താഴെ ഇത്തിരി വീടുകളുണ്ട്. നമ്മളങ്ങനെ പതുക്കെ ഈ മലയുടെ മുകളിൽ ഇങ്ങനെ കയറി നേരെ കാസിൽ ലക്ഷ്യമാക്കി പോവാണ്. സൈലൻറ്റ് ആൻഡ് നോബഡി ഹിയർ. ഈ ഏരിയ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഈ 3 പേര്. ഈ സാധനത്തിൽ ഇലക്ട്രിസിറ്റി ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ സ്വിറ്റ്സർലൻഡിൽ പോയപ്പോൾ ഇൻ്റർലാക്കൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയപ്പോൾ ഞാൻ ഈ സാധനം ചാടിക്കിടന്നായിരുന്നു പശുവിനെ കാണാൻ വേണ്ടി. സ്വിസ് ബ്രൗൺ പശുക്കൾ അവിടെ നിന്ന് ഇങ്ങനെ പുല്ല് കഴിക്കുന്നു. ഞാൻ അതിനെ കാണാൻ ഒരു ഷോക്ക് അടിച്ചിട്ട് ഇതിൻ്റെ മേളിൽ കൂടെ ഒന്ന് ചാടിക്കിടന്നായിരുന്നു. കാണാത്തവർക്ക് ഉള്ള ലിവി ഡെവിൻസ് നാഷണൽ സിംബൽ. ഡെവിൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഇതിൽ വായിച്ചാൽ കിട്ടും. അയൺ കട്ടനെ പറ്റി എന്തൊക്കെയുള്ള സംഭവം ഇത് ഇവിടുത്തെ ഒരു മ്യൂസിയത്തിൽ കൊടുത്തിരിക്കുന്ന. ഇത് ബോർഡർ സെക്യൂരിറ്റിക്ക് വേണ്ടി വെച്ചിരുന്ന പഴയ എന്തോ ഹിസ്റ്റോറിക്കൽ സംഭവങ്ങളായിരുന്നു. അയൺ കർട്ടൻ എന്ന് പറഞ്ഞിട്ട്. ബോർഡർ മാപ്പ് ഓഫ് സ്ലോവാക് സെക്ഷൻ. ഇത് ബോർഡറിലുള്ള ആ ഒരു അയൺ കർട്ടൻ്റെ ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കിണർ പോലൊരു സംഭവം ഇവിടെ കാണുന്നുണ്ട്. ഭയങ്കര ആഴത്തിലാണ്. കാസിലിൻ്റെ ഉള്ളോട്ട് വരുമ്പം കാണുന്ന കാഴ്ച ഇതൊക്കെ നാച്ചുറലി പാറയിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന. ബ്യൂട്ടിഫുൾ. ധനൂബ് റിവർ. വേറെ റിവർ ഇവിടെ വന്നിട്ട് ഒന്ന് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ എന്ന് തോന്നുന്നു. ഇതുവഴി വേറെ ഒരെണ്ണം പോകുന്നു, ചെറിയ ഒരെണ്ണം. ഇനി അതിൻ്റെ തന്നെ കനാൽസ് ആണോ ചെറിയ ഇടതോടുകളാണോ എന്നറിയില്ല. പക്ഷേ ഇവിടുന്ന് എന്തോ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് പോകുന്ന പോലെ തോന്നുന്നു. ശരിക്കും ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. ഇപ്പം നമുക്ക് വിൻ്ററായിട്ടാണ് ഈ ഇതൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ എല്ലാം നല്ല പച്ചപ്പായിരിക്കും മുഴുവൻ. ഭയങ്കര രസമുള്ളൊരു വ്യൂ പോയിൻ്റാണ് ഇത്. കാസിലിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള ഒരു വ്യൂ ആണിത്. കാസിലോട്ട് കയറുന്ന പടവുകളാണ് ഈ കാണുന്നത്. നമ്മൾ വന്ന വഴി അതാ അവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ കയറി ഇതുവഴി ഇങ്ങനെ വന്ന് മേലോട്ട് ഓരോ പടവുകളും ചവിട്ടിക്കയറി അങ്ങനെ നമ്മൾ മുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് നാച്ചുറലായിട്ടുള്ള കരിങ്കല്ല് പൊട്ടിച്ച് അടുക്കി വെച്ചിരിക്കുന്നു. ഇത് കിടിലൻ തണുപ്പാ മേലോട്ട് വന്നപ്പോൾ. റിവർ പോകുന്നുണ്ട്. ഇവിടെ 2 നദി വന്ന് ജോയിൻ ചെയ്യുന്ന എന്തോ ഒരു സംഭവമുണ്ട് ഇവിടെ. കാസിലിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തെത്തി. ഇവിടുന്നുള്ള വ്യൂ ആണിത്. ഈ പോകുന്ന മൊറോവ റിവർ എന്നാണ് പറയുന്നത്. നമ്മൾ മുമ്പേ അപ്പുറം കണ്ടത് ധനൂബും. കൃഷിയിടങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വിൻമിൽസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ആ നദി ഇങ്ങനെ വരുന്നുണ്ട് ഇതുവഴി. അത് ധനൂബ്. ഇതുവഴി ക്രോസ് ചെയ്ത് പോകുന്നത് മറ്റേ നദി, മൊറോവ നദിയും ധനൂബ് നദിയും ആണ് ഏറ്റവും ടോപ്പിലോട്ട് കയറുന്നത്. ഇങ്ങനെയാണ്. ഇത് ധനൂബ്.
ഇത് മൊറോവ നദി. മൊറോവ നദിയാണ്. ഇതൊന്ന് വീതി കൂടിയ നദി ധനൂബായിരിക്കും. ആണ് മൊറോവ ഫ്രഷ് വാട്ടേഴ്സ്. ഇതൊരു വലിയൊരു ബോട്ട് പോലെ പോകുന്ന സാധനം. എനിക്ക് തോന്നുന്നത് കാർഗോ കൊണ്ടുപോകുന്ന എന്താ സംഭവം. ഇതിൽ നോക്കിയാൽ വിയന്ന കാണാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഇത് നോക്കുക. പോയിട്ട് വി കണ്ടില്ല ഇതിനകത്ത്. എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ കുറേ അകത്ത് കിടന്ന് നോക്കി വിയന്ന കാണുമെന്ന് പറഞ്ഞു. ഇവിടെ പറയാനൊരു സ്റ്റോറിയുണ്ട്. ദ ലോർഡ് ഓഫ് ഡെവിൻ കാസിൽ എന്ന് പറഞ്ഞ മിക്കുലാസ്, അദ്ദേഹത്തിന് മാർഗരറ്റ് എന്ന് പറഞ്ഞൊരു ലവർ ഉണ്ടായിരുന്നു. അത് മറ്റൊരു രാജ്യത്തായിരുന്നു. അപ്പം അവിടുന്ന് വന്ന് ഈ മാർഗരറ്റിനെ ഇവിടെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നു. പക്ഷേ അവരുടെ ആർമി വന്നിട്ട് മിക്കുലാസിനെ കൊല്ലുകയും ഈ റാണി മാർഗരറ്റ് ഈ ധനൂബ് റിവറിൽ ചാടി മരിക്കുകയും ചെയ്യുമെന്നാണ് സ്റ്റോറി. അതാണ് ചരിത്രം. അതിവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ആൾക്കാരെ കാണും. അവിടെ ഒരു 3 പേര്, ഇവിടെ 2 പേര്, ഇവിടെ ഒരു 4-5 പേര്, അത്രേ ഉള്ളൂ. ആ മേളിൽ നിന്ന് 2-3 പേര് വരുന്നുണ്ട്. ഗ്യാസിൻ്റെ ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ കുറേ ഭാഗങ്ങൾ ഇപ്പോഴും അതൊക്കെ ഡാമേജായി പോയിട്ടുണ്ട്. ഇതുപോലത്തെ വലിയ ഗോപുരം പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേറെ, പക്ഷെ അത് നശിച്ചു പോയെന്നാണ് ഇവിടുന്ന് നിന്നും അറിയാൻ സാധിച്ചത്. മണ്ണ് കണ്ടു കഴിഞ്ഞാൽ പിള്ളേർ ഏത് രാജ്യത്താണെങ്കിലും വരുമെന്നുള്ള മണ്ണിനോടൊരു പ്രത്യേക സ്നേഹമാണ് മക്കൾക്ക്. അവൻ കളിക്കുകയാണ് ശരിക്കും. ഇപ്പം നിൽക്കുന്ന സൈഡ് എന്ന് പറയുന്നത് ഓസ്ട്രിയൻ ബോർഡറാണ്. ഓസ്ട്രിയൻ ബോർഡറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സ്ലോവേക്കിയ, ഓസ്ട്രിയ, അതിൻ്റെ ബോർഡർ പ്രദേശങ്ങളാണിത്. അതുവഴി ഒരു ഡ്രോൺ പറന്നു പോയി. എന്ത് ദൂരെയാണെന്നറിയാം ഡ്രോൺ പോയത്. നമ്മളങ്ങനെ ക്യാസിലെല്ലാം കണ്ടിട്ട് ഏതാണ്ട് 1 മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. അത് ശരിയാണ്, കറക്റ്റ്. നമ്മൾ ഈ ക്യാസിലിൻ്റെ ഏറ്റവും തുഞ്ചത്തങ്ങ് മേളിൽ പോയിട്ട് ഇങ്ങനെ ഇറങ്ങി ഇതാണ്ട് ഇവിടെ താഴെ നമ്മുടെ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തെത്തി. നമ്മൾ വരുമ്പോൾ ഇത്തരം കാറിലായിരുന്നു. ഇപ്പം കുറച്ചുകൂടെ കാറുകൾ വന്നു. അപ്പം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടൂറിസ്റ്റുകൾ വരുന്ന ഭാഗങ്ങളാണിതൊക്കെ. ബ്രാറ്റിസ്ലാവ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു പ്ലേസ്. സ്ലോവാക്യയിൽ കാണാൻ ബ്രാറ്റിസ്ലാവേ ഉള്ളൂ, പ്ലസ് ഈ പറഞ്ഞ ഇതുപോലത്തെ സംഭവങ്ങൾ. പിന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന കൺട്രി സൈഡിൽ കൂടെ ഒക്കെ ട്രാവൽ ചെയ്ത് പോകണം. അവരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അതൊക്കെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാനുള്ളത്. 2 ദിവസമൊക്കെ വന്ന് നിന്ന് കണ്ടിട്ട് പോകാനുള്ള സംഭവങ്ങളാണ് ബ്രാറ്റിസ്ലാവയിലുള്ളത്. അതിൽ മെയിനായിട്ടുള്ള ഒരു കാസിലാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് പ്രാഗിലോട്ടാണ്. കാസിലിൻ്റെ മുന്നിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വന്നു. അവിടെ നിന്നൊരു കപ്പച്ചിനോ ഓർഡർ ചെയ്തു. കുറച്ച് നേരം ഇവിടെ റിലാക്സ് ചെയ്തിട്ട് വേണം ഇവിടുന്ന് ഇനി നമുക്ക് നേരെ പോകാൻ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട്, പ്രാഗ്. നമ്മുടെ ഇനി അടുത്ത യാത്ര പ്രാഗിലോട്ടാണ്. അപ്പം നമുക്കിനിയും പ്രാഗിലെ വഴിയോര കാഴ്ചകൾ ഇവിടുന്ന് സ്ലോവേക്കിയ എന്നുള്ളത് കണ്ടു പോകാം. ഇത് മൊറാവ റിവർ. ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ ആയിരിക്കും സമ്മറിൽ വന്നാൽ. ഇവിടെ വോക്സ് വാഗൻ്റെ ഫാക്ടറി ഉണ്ട്. സംതിങ് വണ്ടി അസംബ്ലി ചെയ്യുമോ എന്തോ. അതെ അതെ.
ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മുഴുവൻ ഫോക്സ് വാഗന്റെ ഫാക്ടറി സംതിങ് ആണ്. നമ്മൾ ഹൈവേയിൽ ഓൾറെഡി കയറി. ഇനിയിപ്പോൾ 45 കിലോമീറ്റർ സ്ട്രെയിറ്റ് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് നമ്മൾ പോകുന്നത് പ്രാഗ് ആ റൂട്ടാണ്. 130 കിലോമീറ്റർ സ്പീഡാണ് ഇവിടെ നമുക്ക് ഓടിക്കാൻ പറ്റുന്ന സ്പീഡ്. റിപ്പബ്ലിക്കിന്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒരു ചെറിയൊരു കയറാൻ പോകുന്നേ ഉള്ളൂ. ഈ നദി സ്ലോവേക്കിയെന്ന് ചെക്ക് റിപ്പബ്ലിക്കിലോട്ട് നമ്മൾ കയറി. ബോർഡർ ക്രോസിംഗ് ആണ്. ഈ നദി ക്രോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് സെസ്ക റിപ്പബ്ലിക്. നമ്മളങ്ങനെ ചെക്ക് റിപ്പബ്ലിക്കിൽ കയറി. നമ്മുടെ ഈ ഒരു ട്രാവലിൽ 3ാമത്തെ രാജ്യം. ആദ്യം നമ്മൾ ഹംഗറി വന്നു, പിന്നെ സ്ലോവേക്കിയ, പിന്നെ ഇത്. വെയിൽ ചെക്ക് റിപ്പബ്ലിക്കിൽ വന്നിട്ടാണ് പെട്രോൾ സ്റ്റേഷനിൽ കയറുന്നത്. നമ്മൾ ബ്രാറ്റിസ്ലാവയെന്ന് നേരെ പ്രാഗിലോട്ട് ഏതാണ്ട് 350 കിലോമീറ്റർ. ബ്രാറ്റിസ്ലാവയിൽ നിന്ന് നമ്മൾ വണ്ടി വിട്ടിട്ട് ഏതാണ്ട് ഒരു 1 മണിക്കൂറായി. ഇവിടെ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടുന്ന് നമ്മളിപ്പം പെട്രോൾ അടിക്കുക. ഇവിടെ ചെക്ക് മണിയാണ് കാണിക്കുന്നത്. 95 പെട്രോൾ വേണ്ടത്. ഫ്യൂവൽ ലിറ്ററിന് അവർ കാണിക്കുന്നത് എത്രയാണ്? 39.5 കൊറോണയോ അങ്ങനെ എന്താ സംഭവം. ഫുൾ ടാങ്ക് അടിക്കുകയാണിപ്പം. എന്തായാലും യൂറോപ്പിൽ എവിടെ വന്നാലും ഓൾമോസ്റ്റ് പ്രൈസൊക്കെ ഓൾമോസ്റ്റ് സിമിലറാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ജർമ്മനി ചെന്നാൽ ഏതാണ്ട് ഈ വിലയൊക്കെ തന്നെ പെട്രോളിന്. ഏതാണ്ട് 1.5 മണിക്കൂറത്തെ ഡ്രൈവിന് ശേഷം വന്ന പെട്രോൾ സ്റ്റേഷനിൽ കയറി പെട്രോൾ അടിച്ചു. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോയിട്ട് പേ ചെയ്യണം. ഇവിടെ ടോളിൻ്റെ വല്ല ടിക്കറ്റ് എടുക്കണമെന്നിവിടെ നോക്കണം, ചോദിച്ചു നോക്കണം. ചെക്ക് റിപ്പബ്ലിക്കിൽ കൂടെ നമുക്ക് വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ കൂടെ ഇതിൻ്റെ ടോളിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കണം. അപ്പോൾ അത് വന്നിട്ട് ഇതിൻ്റെ ആ ഒരു ആപ്ലിക്കേഷനിൽ പോവുകയാണ്. എന്നിട്ട് ആ പേയ്മെൻറ്റ് ഇപ്പോൾ അടയ്ക്കണം. കാര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ സർവൈലൻസ് ക്യാമറ കൂടെ അടിച്ചു കഴിഞ്ഞാൽ പെനാൽറ്റി കിട്ടും നമ്മളത് എടുക്കാതെ പോയാൽ. ആ ആപ്ലിക്കേഷനിൽ കൂടെ ആ ഇതിൻ്റെ ടോളിൻ്റെ ടിക്കറ്റ് എടുക്കുന്നു. 300 ക്രോണയോ എന്തോ. നമ്മൾ ചെക്ക് റിപ്പബ്ലിക്കിൽ വന്ന് കയറിയ ഉടൻ തന്നെ ആദ്യം കണ്ട പെട്രോൾ സ്റ്റേഷനിലാണ് കയറിയത്. പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ചു. 850 ക്രോണയോ അങ്ങനെ എന്തോ സംഭവം. ഒരു യൂറോ എന്ന് പറയുന്നത് 25 ക്രോണയാണ്. അപ്പം അതിൻ്റെ അർത്ഥം ഒരു 35-40 യൂറോയുടെ പെട്രോൾ അടിച്ചു. അതിനുശേഷം നമ്മളിതാ ഇവിടെ ഒരു കോഫിയോ കുടിച്ചിങ്ങനെ ഇവിടെ നിൽക്കുക. ഇവിടെ വന്ന് കയറി ആദ്യ വൈബിൽ ഫീൽ ചെയ്യുന്നത് ഇതൊരു പണ്ടത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടായിരുന്ന രാജ്യമല്ലേ. അപ്പം അതിൻ്റേതായ ഒരു കോഞ്ഞാട്ടത്തരം ബഹുമാറിലുണ്ട്. അതായത് ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അത്ര ഒരു ഫ്രണ്ട്ലി അല്ല, ഇച്ചിരി റഫാണ്. നമ്മളിപ്പോൾ വന്നിട്ട് സ്ലോവേക്കിയയിൽ കണ്ട ആൾക്കാരുടെ ഒരു ബിഹേവിയർ അല്ല ചെക്ക് റിപ്പബ്ലിക്കിൽ വന്നപ്പോഴത്തേക്കും അവന്മാരുടെ ആറ്റിറ്റ്യൂഡ് കുറച്ച് റഫാണ്. ഷോപ്പിലൊക്കെ നിൽക്കുന്നവരുടെ ആ ഒരു ഹോസ്പിറ്റാലിറ്റി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഉടനെ മനസ്സിലാക്കാൻ സാധിക്കും അവരെങ്ങനെയാണ് ടൂറിസ്റ്റുകളോട് ഇടപെടുന്നതെന്നൊക്കെ.
ഇവരത്ര ഫ്രണ്ട്ലി ആയിട്ടല്ല ഇപ്പം ആദ്യത്തെ ഒരു നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഫീൽ ചെയ്തത്. നമുക്ക് നല്ല യാത്ര സുഖം, വലിയ കുഴപ്പമൊന്നുമില്ല തോന്നുന്നു. എല്ലാം ഉണങ്ങി കരിഞ്ഞിരിക്കുന്നതുകൊണ്ട് മനസ്സിലാകുന്നില്ല. സ്ലോവാക്യയിൽ നിന്ന് നമ്മളിപ്പം ചെക്ക് റിപ്പബ്ലിക്കിൽ വരുന്ന ഈ ഭാഗം വരെയുള്ള എല്ലാ ആ ഒരു ഹൈവേ 2 ലൈൻ തന്നെ, ഒരു സൈഡിൽ ട്രക്ക്, ഒരു സൈഡിൽ ലൈറ്റ് വെഹിക്കിള്, 130 കിലോമീറ്റർ മാക്സിമം സ്പീഡ്. പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് ഒന്നുമില്ല ഈ ഹൈവേ പറ്റി. ഇത് സാധാരണ ഹൈവേയിൽ പോകേണ്ട ടോള് 11 യൂറോ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ക്യാമറ ഒത്തിരി ഒന്നും കണ്ടിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേശ്ശെ ക്യാമറകൾ കണ്ടിട്ടുണ്ട്. ട്രക്ക് ഇങ്ങനെ വന്നിട്ടേ ഇരിക്കുക. ഇവിടെ ഓട്ടോഡ്രോം എന്നാണ് എഴുതി കാണിച്ചത്. ഈ ഹൈവേ 130 മാക്സിമം സ്പീഡ്. നമുക്ക് 195 കിലോമീറ്റർ കാണിക്കുന്നത്. ഇവിടുന്ന് ഒരു 20 കിലോമീറ്ററിലൊരു KFC ഉണ്ട്, അവിടെ നിർത്താം. ഓപ്പോസിറ്റ് സൈഡില് ട്രക്കുകൾ വന്നിട്ട് കിലോമീറ്റേഴ്സ് ആയിട്ട് ഇങ്ങനെ സ്റ്റക്കായി കിടക്കുക. നമ്മൾ KFC ന്ന് ഭക്ഷണം കഴിച്ചിട്ട് നേരെ നമ്മുടെ ട്രാവലിംഗ് അങ്ങനെ തുടരുകയാണ്. ഇനിയുണ്ട് ഒരു 2 മണിക്കൂർ ഡ്രൈവ്. നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ചിഹ്ലാവ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. ഇവിടെ ഒരു സൂ ഒക്കെ ഉണ്ട് ബിറ്റ്വീൻ പ്രാഗ് ആൻഡ് ബ്രാറ്റിസ്ലാവ. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ കൂടിയാണ് ഓടി പ്രാഗിലെത്തി. നമ്മൾ അങ്ങനെ പ്രാഗിലോട്ട് കയറി. അപ്പോൾ തന്നെ ഒരു ടണൽ കിട്ടി. ആ ടണലിൽ കൂടെ പോവാണ്. ഇപ്പോൾ ഏകദേശം ഒരു 3/4 കിലോമീറ്റർ വരുന്നൊരു ടണലായിരുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ഹോട്ടൽ ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത്. ഇതിപ്പോൾ അടുത്ത ടണലാണ്. ടണൽ പോലെ തോന്നുന്നുണ്ട്. മുമ്പേ കയറി 2 ടണലും വളരെ പുരാതന ടണൽ പോലെ, ഇതൊരു ലേറ്റസ്റ്റ് ടണൽ പോലെ ഫീൽ ചെയ്യുന്നു. രണ്ടാമത് ഒരു ടണലിൻ്റെ പോലെ തന്നെ കുറച്ച് വലിപ്പമുള്ള ടണലാണ്. ടണലിനകത്ത് 2-3 വളവും ഒക്കെയാണ്. ഇവിടെ കയറി എക്സിറ്റ് എടുക്കുകയാണ്. ഒരു ട്രാം ഇപ്പം പോയി. ഈ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ആണ് സ്കോഡ. നമ്മുടെ നാട്ടിലും ഉണ്ട് സ്കോഡ ഒക്ടാവിയ എന്ന് പറഞ്ഞ കാറൊക്കെ ഇല്ലേ, ഈ കൺട്രിയുടെയാണ് ആ കാറ്. നമ്മളങ്ങനെ പ്രാഗ് സിറ്റിക്കുള്ളിലൂടെ ആണെന്ന് തോന്നുന്നു. ഹൈവേന്നകത്ത് കയറി വന്നു. 2-3 ടണലൊക്കെ ക്രോസ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മളിപ്പോൾ എത്തി പ്രാഗ് സിറ്റിക്കുള്ളിൽ. എടുത്തിരിക്കുന്ന ഹോട്ടല് ഓൾഡ് ടൗണിൻ്റെ എവിടെയാണ്, കുറച്ച് ഔട്ട്സ്കേർട്ടിലാണ്. അപ്പോൾ സിറ്റിക്കുള്ളിലോട്ട് പോകണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നേരെ പോകുന്നത് ഹോട്ടലിന് അങ്ങോട്ടാണ്. നമ്മുടെ ഹോട്ടൽ ഇവിടെ നിന്ന് കണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ അടുത്തെവിടെ ഹോട്ടൽ. ഇവർ ഡ്രൈവ് ചെയ്യുന്ന ഇച്ചിരി റോഡായിട്ടാണ്, അതുകൊണ്ട് സ്വല്പം ശ്രദ്ധിക്കണം നമ്മൾ ഈ സിറ്റി കൂടെ ഒക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ. എന്താ ഇത്, ഡിസൈനാണോ ഒരു അവിഞ്ഞ ബിൽഡിങ്? ഇരിക്കുന്ന ഹോട്ടൽ ഇതാണ് ഹോട്ടൽ ഇന്റർനാഷണൽ. ഈ കാണുന്ന ഹോട്ടലാണ് നമ്മളുടെ 2 ദിവസത്തെ താമസം. വാവ്, നൈസ് ഹോട്ടൽ. ലുക്ക് ലൈക്ക് ബിഗ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു.
താമസിക്കുന്ന ഹോട്ടൽ 2 ദിവസം എന്താ ഈ കാണുന്ന ഹോട്ടലാണ്. ഇതിൻ്റെ പാർക്കിംഗ് സോണിലെത്തി. ഇനി അവരോട് ചോദിക്കാൻ വേണ്ടി അങ്ങോട്ട് ചക്കു പോയിരിക്കുക. നമ്മളങ്ങനെ നമ്മുടെ ഹോട്ടലിലെത്തി പ്രാഗിൽ. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ലോബി. ജസ്റ്റ് ഇതൊന്ന് നോക്കാം. പ്രാഗ് ടൂർ, ഇവിടെ എന്തൊക്കെ കാണാനുണ്ടെന്ന് നമുക്ക് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. നമ്മുടെ ഹോട്ടൽ റിസപ്ഷൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. ഓരോ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സിറ്റിയാണ് പ്രാഗ്. നമ്മുടെ റൂം, നമ്മുടെ മുറി ഇതാണ്. നമ്മൾ ഈ ഇൻ്റർനാഷണൽ ഹോട്ടൽ എന്ന് പറഞ്ഞ് ബുക്ക് ചെയ്ത ഈ ഹോട്ടലിൻ്റെ റൂം ഇതാണ്. കയറി വരുമ്പോൾ തന്നെ ബാത്റൂം, അത് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ബെഡ് ഉണ്ട് ഇവിടെ. നമ്മൾ 3 പേരുണ്ടല്ലോ, ഇപ്പോൾ ഒരു എക്സ്ട്രാ ബെഡ് ഉണ്ട്. പിന്നെ ഇതാണ് ബെഡ്റൂം. ഇപ്പം ഇവിടെ പ്രാഗിലെ സമയം എന്ന് പറയുന്നത് നിയർ അബൌട്ട് ഇപ്പോൾ സമയം 8:15 സൗദി അറേബ്യയിൽ. അപ്പോൾ ഇവിടെ 6 മണി, 6 o'clock ആയി ഇവിടെ. നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ഇതാണ്, ഹോട്ടൽ ഇൻ്റർനാഷണൽ പ്രാഗിൽ. റൂമൊക്കെ കുഴപ്പമില്ല, നല്ല റൂമാണ്. ഇവർക്ക് നമ്മുടെ ബുക്കിങ്ങിൽ, ഹോട്ടലിൽ ബുക്കിംഗ് എടുക്കുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡിങ് കാർ പാർക്കിംഗ് കൂടെ എടുത്തത്. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അവരുടെ പാർക്കിംഗ് മുഴുവൻ ഫുള്ളാണ്. അവർ ഇവിടെ സ്ട്രീറ്റിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്തോളാൻ. അപ്പോൾ നമ്മൾ നോക്കുക, പാർക്കിംഗ് ഫീ കൊടുക്കണോ, പാർക്കിംഗ് ഫീ കൊടുക്കണോ, എത്രയാവും. ചുമ്മാ ഇട്ട് കഴിഞ്ഞാൽ അവന്മാർ ചിലപ്പം പെനാൽറ്റി അടിച്ചാൽ വിഷയമാണ്. അതുകൊണ്ട് നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ. നോക്കുവാണ് ഇപ്പോൾ അത്. പ്രാഹ എന്നാണ് പറയുന്നത്, പ്രാഹ. അതായത് പ്രാഗിന് പറയുന്നത് പ്രാഹ. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ തലസ്ഥാന നഗരമാണ് പ്രാഗ്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു സിറ്റിയാണ് പ്രാഗ്. അങ്ങനെ പ്രാഗ് ഒരു ഫേമസ് ഒരു ഡെസ്റ്റിനേഷനാണ് ടൂറിസ്റ്റുകളെ സംബന്ധിച്ച്. നമ്മളെന്തായാലും ഇപ്പം ഒരു പാർക്കിംഗ് തപ്പിയുള്ള നടപ്പാണ്. ഈ ബ്ലൂ ലൈനും ഇതുപോലെ തന്നെ ഒരു പർപ്പിൾ ലൈനും ഉണ്ട് ഇവിടെ സിറ്റിയിൽ. അവിടെ ഫ്രീ പാർക്കിംഗ് അത്രേ. അപ്പം നമ്മുടെ ഹോട്ടൽ ഇതായി കാണുന്നതാണ്. അപ്പോൾ അവിടെ ഹോട്ടൽ പാർക്കിംഗ് ഇല്ലാത്തതാണ്. എനിക്ക് തോന്നുന്നു ഇത് ഹോട്ടൽ പാർക്കിങ്ങിൻ്റെ പാർട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം. ഒരു പാർക്കിംഗ് കിട്ടി, നമ്മളിപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യുവാണ്. നമ്മൾ പ്രാഗിലെത്തിയതിന് ശേഷം ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ആ ഇൻ്റർനാഷണൽ ഹോട്ടലിൽ നിന്ന് ഞാൻ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം പാർക്കിങ്ങിന് വേണ്ടി കുറേ ഓടി. കാര്യം വെച്ചാൽ ആ ഹോട്ടൽ പാർക്കിങ് ഫുള്ളാണെന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞു. ഇവിടുത്തെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ പബ്ലിക് പാർക്കിങ് നമുക്കിടാം. അതായത് പക്ഷേ എല്ലായിടത്തും പൈസ കൊടുക്കണം. എവിടെ പാർക്ക് ചെയ്താലും പൈസ കൊടുക്കണം. അപ്പം അത് 1 മണിക്കൂറിന് €2. അപ്പം നമ്മളൊരു 2 days ഇവിടെ ഉണ്ട്. അപ്പം 48 hours-ന് €100 കൊടുക്കണം. അത് ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പം ഹോട്ടൽ നമ്മൾ ബുക്ക് ചെയ്തത് ഇൻക്ലൂഡിങ് റൂമാണ്, ഈ പാർക്കിംഗ് ഇൻക്ലൂഡിങ് പാർക്കിംഗ് ആണ്. അപ്പം അവന്മാരുടെ പാർക്കിംഗ് ഇല്ലയെന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ഒരു ബ്ലൂ ലൈനിൽ കൊണ്ടിട്ട് അത് വന്നിട്ട് അവർ ഹോട്ടലിൽ കൊണ്ടുവന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചു, ഇത് ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ അവരത് ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിന് അയച്ചു. അങ്ങനെ കുറേ എന്തോ സിസ്റ്റം ഉണ്ട് ഇവിടെ. അതെല്ലാം ചെയ്തതിന് ശേഷം 2.5 മണിക്കൂറോളം അങ്ങനെ അതിൻ്റെ പുറകെ പോയിട്ട് നമ്മൾ അവിടെ നിന്നും പതുക്കെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഒന്ന് കറങ്ങുകയാണ്. ഇതാ ട്രാം പോകുന്നുണ്ടോ. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. നല്ല ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണിത്. ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ നടക്കുവാണ്. ഇവിടെ ഏതെങ്കിലും ഈ രാത്രിയിൽ സിറ്റി സെൻറ്റർ വല്ല അടുത്തുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച്. കാര്യം ഓൾമോസ്റ്റ് 7 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റോറൻ്റ് എല്ലാം ഓൾമോസ്റ്റ് ഒരുമാതിരി ക്ലോസ് ആയ പോലെ കാണുന്നത്. ചെന്നൈയിൽ ഒക്കെയുള്ള ആ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പാണ് കോഫ്ലാൻഡ്. കോഫ്ലാൻഡിൻ്റെ ശരിക്കുള്ള ബേസ് എന്ന് പറയുന്നത് അത് വന്നിട്ട് ഒന്നിൽ സ്ലോവാക്കിയ അല്ലെന്നുണ്ടെങ്കിൽ ചെക്ക് റിപ്പബ്ലിക്കാണ്. ഇവിടെയാണ് അതിൻ്റെ ബേസ്. പക്ഷേ ജർമ്മനിയിൽ ഓൾമോസ്റ്റ് വലിയൊരു
ഗ്രൂപ്പായിട്ട് കോഫ്ലാൻഡ് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ജർമ്മൻ വേർഡാണ് കോഫ്ലാൻഡ്. അപ്പോൾ നമുക്ക് പ്രാഗിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ.